വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചനയ്ക്ക് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെയും ഉണർവ് യോഗങ്ങളുടെയും കടശി രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഈ സമയം ധാരാളമായ ദൈവകൃപ സ്വർഗത്തിൻ്റെ ദിവ്യ ഭണ്ഡാരം തുറന്ന് അവിടുന്ന് നമ്മുടെ മേൽ പകരേണ്ടതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അല്പമിനിറ്റുകൾ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. സമയം വളരെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വേഗം എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ നിർബന്ധിതനാണ്. ഇന്ന് രാത്രി ഞാൻ മുൻപോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ആത്മബന്ധമുള്ള നിരവധി കർത്തൃദാസന്മാരുടെ മുഖങ്ങൾ ഇവിടെ ഞാൻ കാണുന്നു. ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കേരള സ്റ്റേറ്റിൻ്റെയും ജനറൽ POPയുടെയും ഒക്കെ ചുമതലയിൽ നിൽക്കുന്ന ഏറെ ആത്മബന്ധമുള്ള നിരവധി കർത്തൃദാസന്മാർ, ഓരോരുത്തരെയും പ്രിയ സുധി മുതൽ ഓരോരുത്തരും സ്റ്റേജിൽ ഇന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ മോനശാൻ, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്നയാളാണ്. അങ്ങനെ വളരെ ആത്മബന്ധമുള്ള ഒരുപറ്റം കർത്തൃദാസന്മാരുടെ നടുവിൽ ദൈവമക്കളുടെ മധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആമുഖമൊന്നും പറഞ്ഞ് സമയമെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ KC തോമസ് അവറുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു ദൈവശബ്ദം കേൾക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കൊതിക്കുന്ന ദൈവമക്കളുടെ നാവുകളിൽ നിന്ന് സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരുന്നത് ആരുടെയും പ്രേരണ ആവശ്യമില്ല. പത്തനംതിട്ട ടൗണിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി വന്ന ഒരാഗതൻ യാത്രക്കാരൻ ഏറ്റവും പുറകിൽ കുത്തിയിരുന്ന് ഇൻകിലാബ് വിളിക്കുന്നയാളിൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, അല്ല എന്താ ഇവിടെ നടക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്നാ? തിരിച്ച് ഇവൻ അയാളോട് പറയുക, 300 രൂപയും ചിലവും കിട്ടും, അപ്പം തിന്നാൽ പോരായോ, കുഴി എണ്ണണമെന്ന് എന്ന് പറഞ്ഞാൽ പുള്ളിയെ 300 രൂപയ്ക്കും ചിലവിന് അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുക കീജെ വിളിക്കാൻ. കാര്യം അറിയാതെ കീജെ വിളിക്കുന്ന പലരുടെയും നടുവിൽ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് രാത്രി നമ്മൾ ആരും ഇവിടെ കാണാൻ വന്നവരല്ല. ഇന്ന് രാത്രി നാം ഇവിടെ പ്രാപിക്കാൻ വന്നവരാ. നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കുന്ന കണികളെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ബന്ധിക്കാനുള്ള അധികാരം അഭിഷിക്തന്മാരുടെ നാവിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധരങ്ങളിൽ പ്രാർത്ഥനയുടെ പോരാട്ടം ഉയരുന്ന രാത്രിയാകണം. ഞാനിന്ന് രാത്രി പറയട്ടെ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷയുടെ കനത്ത മുന്നേറ്റത്തിൻ്റെ ദിനങ്ങളാണിത്. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ പുറകിൽ എന്തോ ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങുന്നു. ഞാനിന്ന് രാത്രി വിശ്വസിക്കുന്നത്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്താൽ എനിക്ക് ലഭ്യമായ ബോധ്യം ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും കനത്ത സുവിശേഷ പീഠയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ വരുവാൻ തുടങ്ങുന്നു. ദൈവവചനമെടുത്ത് കവലകളിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത വിധത്തിൽ നിയമം കൊണ്ട് സുവിശേഷ പ്രഭാഷണങ്ങളെ ബന്ധിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. എന്നാൽ അതിനു മുൻപ് കരയുന്ന ചില ദൈവമക്കളെ എന്തിനു വേണ്ടിയൊക്കെയോ ദൈവം ഒരുക്കുകയാണ്. റഷ്യയിൽ അതികൊടിയ കമ്മ്യൂണിസ്റ്റ് പീഡനം നടക്കുന്നതിന് തൊട്ടു മുൻപ് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ ചില പ്രിയപ്പെട്ടവരെ അവിടെവിടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് മാറ്റമില്ലാത്ത ചരിത്രമാണെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രം മാറിപ്പോകത്തക്ക വിധം ചില സംഭവങ്ങൾ ഉയരാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടെവിടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഒരുക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വടക്ക് നിന്ന് ഒരു വാൾ ഇന്ത്യയെ മൂടാൻ തുടങ്ങുന്നു, തെക്കുനിന്ന് ഒരു തീജ്വാല ഇന്ത്യയെ മൂടാൻ തുടങ്ങുന്നു എന്ന ദർശനം കണ്ട നിരവധി അഭിഷിക്തന്മാർ ഈ രാജ്യത്തുണ്ടെങ്കിൽ, വടക്ക് നിന്ന് സുവിശേഷ വിരോധികളുടെ വിപ്ലവങ്ങളുടെ വാൾ വരുന്ന കാഴ്ചയും തെക്കുനിന്ന് ഉണർവിൻ്റെ തീജ്വാല ഉയരുന്ന കാഴ്ചയും ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരുപറ്റം പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി നമ്മിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരണം. നിശ്ചയമായും ചില ദൈവപ്രവർത്തികൾ ഈ രാജ്യത്ത് നടക്കുന്ന ദിവസങ്ങളിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥനകൾ കൊണ്ടെത്തിക്കുന്ന ദിനങ്ങളാണ്. ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒരാത്മനിയോഗത്തിനായി കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടുന്ന രാത്രിയാകട്ടെ. ഇടത്തിരിക്കുന്നവരാരാണെന്നോ വലത്തിരിക്കുന്നവരാരാണെന്നോ ഉറങ്ങിയിരിക്കുന്നവരാരാണെന്നോ യോഗം കണ്ട് റിപ്പോർട്ട് പറയാൻ വന്നിരിക്കുന്നവരാരാണെന്നോ ഒന്നും ഓർക്കണ്ട. ഈ 20ാമത്തെ രാത്രിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ നാവിൽ ഉയരുന്ന മലയാള ഭാഷയല്ല,
അന്യഭാഷയിൽ നിനക്ക് ചിലതിന് നേരെ അധികാരത്തോടെ കൽപ്പിക്കാൻ അധരങ്ങളിൽ ബലം പകരുന്ന കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കാൻ തുടങ്ങുന്ന കാഴ്ച ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുകയാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, ഈ യോഗത്തിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ വരെ ദാഹമുള്ള ചില പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ നാവിൽ ഉയരുന്ന അന്യഭാഷയുടെ അധികാരത്താൽ ചിലതിനെ ബന്ധിക്കാനുള്ള നിയോഗം നിങ്ങളുടെ നാവിന്മേൽ ദൈവാത്മാവ് പകരുന്ന രാത്രിയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃദാസൻ്റെ ഒരു ക്രൂസൈഡ് യോഗം ബാംഗ്ലൂരിൽ നടക്കുകയാണ്. നടന്ന സംഭവം, നമ്മുടെ ഒരു മലയാളി സഹോദരൻ ഒരു അംബാസഡർ കാറിൽ രണ്ട് വെള്ളക്കാരോടൊപ്പം ആ ഗ്രാമങ്ങളുടെ ഊരു ചുറ്റി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. കുഗ്രാമങ്ങളിലൂടെ കാറ് പോയി. ആ കാറിനകത്ത് പുറകിലത്തെ സീറ്റിലിരിക്കുന്ന ഈ വെള്ളക്കാരായ സഹോദരങ്ങൾ ഡോറിന് പുറത്തേക്ക് കരം ഉയർത്തിപ്പിടിച്ച്, ഗ്ലാസ്സിലൂടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മുൻപിലിരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരന് പരിഭാഷപ്പെടുത്തുന്ന ദ്വിഭാഷയുണ്ട്. അയാൾ ഓരോ ഗ്രാമത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ. എന്നാൽ അല്പ മിനിറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതിഭാസമുണ്ടായി. എന്താ പ്രതിഭാസം എന്നറിയാമോ? ഈ പുറകിലിരുന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ വെള്ളക്കാരായ സഹോദരങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറയുന്നതിനിടയിൽ ചില കുഗ്രാമങ്ങളിലൂടെ കാറ് കടന്നു പോകുമ്പോൾ മുൻപിലത്തെ ദ്വിഭാഷി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അന്യഭാഷ കൊണ്ട് തങ്ങളുടെ നാവിൽ ആ ഗ്രാമങ്ങളുടെ പേരുകൾ ഉദ്ധരിച്ച് കരമുയർത്തി ആ ദേശത്തെ അടക്കി വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ അവരുടെ നാവിൽ ആത്മനിയോഗം ഉയരുകയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കൈകെട്ടി വാപൂട്ടിയിരുന്ന് ഉറങ്ങാൻ ഒരു കാഴ്ചക്കാരനായിട്ടല്ല നീ ഇന്ന് രാത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്റെ നാവിൽ ഉയരുന്ന ആത്മീയ അധികാരത്താൽ ഇതുവരെ സംഭവിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ മിനിറ്റുകളിൽ ഇവിടെ സംഭവിക്കുമെന്നും, നരക കവാടങ്ങൾക്കെതിരെ, പാതാള ഗോപുരങ്ങൾക്കെതിരെ, സാത്താന്റെ ഒടുങ്ങാ പകയ്ക്കെതിരെ, കുടുംബങ്ങളുടെ മേൽ ഉയരുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ, ഈ ജില്ലയെ ഭരിക്കുന്ന പൈശാചി ആധിപത്യങ്ങൾക്കെതിരെ ഈ രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ ചലിച്ചിട്ട് ചില നാവുകൾ പ്രവചന നാവുകളായി മാറത്തക്ക വിധം ആ കരം ഇവിടെ ഉയരാൻ തുടങ്ങുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവകരം ചില വിഷയങ്ങളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. കടുങ്കെട്ടു വീണ ചില കുടുംബ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന രാത്രി. അന്ധകാര ശക്തികൾ ആധിപത്യം പുലർത്തുന്ന ചില ഇരുട്ടിന്റെ കോട്ടകൾക്ക് നേരെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരാധനയുടെ സമരകാഹളം ഉയരുന്ന രാത്രി. നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ എന്റെ ദൈവത്തിന്റെ കരം തൊടാൻ തുടങ്ങുന്ന രാത്രി. അടയാളത്തോടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നീ യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ സ്വകാര്യ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങുന്ന രാത്രി. ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങട്ടെ. ആ കരം വിഷയങ്ങളെ തൊടുന്ന രാത്രിയായിരിക്കും. പ്രാർത്ഥനയുടെ നാവുകൾ അധികാരത്തോടെ ഉയരട്ടെ. ഒരു പ്രസംഗത്തിന് കാത്തിരിക്കാതെ ആത്മനിയോഗം പ്രാപിച്ച പ്രിയപ്പെട്ടവരിൽ പ്രാർത്ഥനയുടെ പോരാട്ടം ഉയരുന്ന രാത്രിയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഏറ്റവും പിൻനിര മുതൽ ദൈവപ്രവൃത്തി സംഭവിച്ചു തുടങ്ങട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രിയുടെ ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിക്കട്ടെ. ആത്മാവിൽ പ്രവചിക്കുവാൻ, ചിലതിനെ ബന്ധിക്കുവാൻ, ചിലതിനെതിരെ വിരൽ ചൂണ്ടി കൽപ്പിക്കുവാൻ, ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉയർത്തുവാൻ ഇവിടെ ഇരിക്കുന്ന ചില നാവുകളെ ദൈവാത്മാവ് ഉപയോഗിക്കട്ടെ. ആത്മപ്രവാഹം നടക്കുന്നതിന് വിരോധമായി അന്തരീക്ഷത്തെ ബന്ധിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുകളുടെ മേഖലകൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ദർശനത്തിന്റെ കണ്ണുകൾ ഈ രാത്രി തുറന്നു വരട്ടെ. പ്രവചനാലോചനകൾ ഇന്ന് രാത്രി ഇവിടെ പ്രവഹിക്കട്ടെ. ചില ചെവികളിൽ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങട്ടെ. ഈ രാജ്യത്തിന് വരുവാൻ തുടങ്ങുന്ന അനർത്ഥങ്ങൾ, ഈ പ്രകൃതിക്ക് വരുവാൻ തുടങ്ങുന്ന ദുരന്തങ്ങൾ ആത്മാവിൽ പ്രവചിക്കുവാൻ വ്യക്തികളെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഇതൊരു ജയത്തിന്റെ രാത്രിയാകട്ടെ.
സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ അടയാളത്തോടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഗ്രൗണ്ടിൽ സംഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവാഹത്തിനായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. രക്തത്താൽ ജയം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ അല്പ മിനിറ്റുകൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവാത്മാവിനിക്ക് നൽകിയ ഒരു നിയോഗം നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. 17, 18, 19 വാക്യങ്ങൾ വായിച്ചോട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. എല്ലാവരും പുസ്തകം തുറന്ന്, എല്ലാവരും വേദപുസ്തകം തുറന്ന്, ആരും കാഴ്ചക്കാരായിരിക്കാതെ എല്ലാവരും വേദപുസ്തകം തുറന്ന് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ഒന്നിക്കാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ, വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഇവിടെ പ്രസംഗിക്കുന്ന വചനം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയല്ല, ഇവിടെ നടക്കുന്നത് ഒരു ആത്മീക പോരാട്ടമാണ്. ധന്യനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ ഒരു മുദ്രാമോതിരമാണെങ്കിൽ അതിൽ രത്നം സ്പർശിക്കപ്പെട്ട, രത്നം ഘടിപ്പിക്കപ്പെട്ട ഏറ്റവും ദീപ്തമായ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എഫേസ്യ ലേഖനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു വേദചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഏറ്റവും ഗൗരവമേറിയ ലേഖനം, ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന എഫേസ്യ ലേഖനം. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം 6 അധ്യായങ്ങളിലും ചിത്രീകരിച്ച് നിർത്തിയിരിക്കുന്ന എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ സഭയെ ശരീരം എന്നും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ സഭയെ കെട്ടിടം എന്നും, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ സഭയെ മർമ്മം എന്നും, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ സഭയെ വളർച്ച പ്രാപിക്കുന്ന ആളത്വം എന്നും, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ സഭയെ മണവാട്ടി എന്നും, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ സഭയെ പടയാളി എന്നും ചിത്രീകരിക്കുകയാണ്. 6 ചിത്രീകരണങ്ങളാണ്. വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടനരംഗം എന്നതുപോലെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഈ മനോഹരമായ രേഖാചിത്രങ്ങളിലേക്ക് നോക്കിയാൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഗാഠബന്ധം ഇവിടെ പരിശുദ്ധാത്മാവ് തന്നെ തൂലികാ ചിത്രത്തിൽ നമ്മുടെ കൺമുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് ഒരു ദൃശ്യ ശരീരമാണ്. ഇതിന് മുകളിൽ ഒരു അദൃശ്യ ശിരസ്സുണ്ട്. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്?
ഈ രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ഒന്ന് എടുത്തു പറഞ്ഞ് മുൻപോട്ട് വരട്ടെ. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് ഒരു ദൃശ്യ ശരീരമാണ്, ഇതിന് മുകളിൽ ഒരു അദൃശ്യ ശിരസ്സുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ശിരസിനോടുള്ള ശരീരത്തിൻ്റെ ബന്ധം നാർവ് സിസ്റ്റങ്ങളിലൂടെ ത്വക്കിലേക്ക് പ്രവഹിക്കുമെങ്കിൽ ഒരു ത്വക്കിൻ്റെ ഭാഗത്ത് സ്പർശനശേഷി കുറഞ്ഞാൽ അത് ശിരസിനോടുള്ള ബന്ധം അവസാനിച്ചതിൻ്റെ ലക്ഷണമാണെങ്കിൽ, ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾക്കും ശിരസിനോട് പ്രതികരണ ബന്ധമുള്ളതാണെങ്കിൽ, കേട്ടോ, അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രം കൈനീട്ടി എടുക്കുമ്പോൾ കൈ പൊള്ളിയെങ്കിലും വേദന അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല, അത് കുഷ്ഠം തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. പ്രതികരിക്കാതെ പലരും കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന ആത്മീയ ലോകത്തിൽ, ആത്മമണ്ഡലത്തിൽ പ്രതികരിക്കാൻ ദർശനം പ്രാപിച്ച ദൈവപൈതലേ, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ ഒരുക്കി വച്ചിരിക്കുന്ന കണികൾ ആത്മമണ്ഡലത്തിൽ കാണുന്ന ഒരു കണ്ണിതിൻ്റെ പുറത്തുണ്ടെങ്കിൽ അതിനോട് ബന്ധമുള്ള ശരീരമാണ് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നതെങ്കിൽ, ഞാൻ പറയാം, ആത്മകൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, ആത്മമണ്ഡലം തുറന്നു വന്നാൽ ഈ ശരീരത്തിന്റെ പ്രതികരണം ഉയരും. സ്തോത്രം, ഹല്ലേലൂയ. വാബൂട്ടി ഇരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് കഴിയുകയില്ല. ആത്മമണ്ഡലം തുറന്നു വന്നാൽ ഈ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ തകരും. സ്തോത്രം. ഞാൻ പറയട്ടെ, അത് ഈ കോമ്പൗണ്ടിൽ നടന്നിട്ടുണ്ട്. വെട്ടിപ്പുറംകാരി മറിയാമ്മ എന്ന സഹോദരി, ഈ കോമ്പൗണ്ടിൽ നടന്നൊരു ഉപവാസ പ്രാർത്ഥന സഹോദരിമാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ലൂയിസ് എന്ന ഒരു മറാഠിക്കാരിയായ സഹോദരിയോട് ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് മറാഠിയിൽ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാത്ത സാധു പ്രവചനാത്മാവിൽ വെളിപ്പാട് പറഞ്ഞെങ്കിൽ ആ ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരിമൂർഖൻ കടിച്ച് രക്തബാധിതയായി കണ്ണുകൾ നീലിച്ച് മരണത്തിലേക്ക് നീങ്ങുന്ന റാഹേലമ്മയുടെ കരിമൂർഖന്റെ കൊത്തേറ്റ കൈയെടുത്ത് കെ എബ്രഹാം അവர்கள் കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാവിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേലമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ ദൈവാത്മാവ് ശാസിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ ആ ദൈവദാസന്റെ അധരങ്ങളിൽ അധികാരം വ്യാപരിച്ചെങ്കിൽ, ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉയരുന്ന ആത്മീയ പോരാട്ടത്തിന് ശിരസിന്റെ അധികാരം വെളിപ്പെടുന്ന രാത്രിയായി തീരണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വാവൂട്ടിയിരിക്കരുത്. ആത്മാവിൽ കാണുക ദൃശ്യമായ ഒരു ശരീരം, അദൃശ്യമായ ഒരു ശിരസ്. ഓ ചിരാതിൽ ഘടകരാദികൾ ഘടകരം ദരാധികനയാരക. അത് ഇന്ന് രാത്രി ഇവിടെ ചില കണ്ണുകൾ തുറക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പാടുകളുടെ കലവറകൾ തുറന്നു വരുന്ന രാത്രിയാണ്. ഇവിടെ പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ ദൈവാത്മാവ് അഴിച്ചു വയ്ക്കുന്ന രാത്രിയാണ്. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില നിയോഗങ്ങൾ പകരുന്ന രാത്രിയാണ്. നീ വെറുതെ ഈ രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകുകയില്ല. നീ വെറുതെ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകുകയില്ല. 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറയുടെ വാളിനേക്കാൾ ഈന്തലിന്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞ ഒരു ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തെങ്കിൽ കരമുയർത്തി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പറ്റം ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു കളയുവാൻ കഴിവുള്ള ആ കരം നക്ഷത്രങ്ങൾ സ്വഗതികളിൽ നിന്ന് പൊരുതിയെങ്കിൽ, ഈ രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ആത്മീക പോരാട്ടത്തിന് വേണ്ടി സ്വർഗത്തിന്റെ സൈന്യവ്യൂഹങ്ങൾ എഴുന്നേൽക്കുന്ന ദർശനം കാണുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ പ്രാർത്ഥനയിൽ പോരാടുന്ന രാത്രിയാകട്ടെ. കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് കുലമരത്തിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഹാമാൻ എത്ര ശക്തനാണെങ്കിലും തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറും ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ഭാവിയെ തിരിച്ചു കറക്കാൻ എന്റെ ദൈവം ശൂശൻ രാജധാനിയിൽ എഴുന്നേറ്റെങ്കിൽ, ഒരു സർക്കാരിന്റെ കൈകളിൽ പോലും ഇത് നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് പറയത്തക്ക വിധം പ്രാർത്ഥിക്കുന്ന നിന്റെ അധരങ്ങളിൽ അധികാരം വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കാണുക, ഇതൊരു ദൃശ്യമായ ശരീരമാണ്, ഇതിന് പുറകിൽ അദൃശ്യമായ ശിരസുണ്ട്. ഗ്ലോറി, 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 ഗ്ലോറി. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അന്യോന്യം അധികാരത്തോടെ പ്രാർത്ഥനയിൽ പോരാടുന്ന, രോഗാത്മാവിന്റെ മേൽ രാത്രി ജയമെടുക്കുന്ന, നാളെ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബാധിക്കാൻ ശരീരത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന ക്യാൻസർ രോഗത്തെ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിൽ ബന്ധിക്കുന്ന, വഴിവക്കിൽ പൊലിയാൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ചില കണികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന, മാരക രോഗങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ രാത്രിയുടെ വ്യാപാരം
വ്യാപരിക്കുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കുകയല്ല. നിങ്ങളുടെ കണ്ണുകൾ ദർശനത്തിനായി തുറക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ദർശനത്തിനായി തുറക്കട്ടെ. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, രാജാവിന്റെ ശയനഗ്രഹത്തിൽ പ്ലാൻ ചെയ്യുന്ന പദ്ധതികളെ തകർക്കാൻ ഏലിശായുടെ ദർശനമുറിയിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പോലും ദൈവാത്മാവിൽ പ്രദാനം നൽകിയിട്ട് നിന്റെ കുടുംബത്തിനെതിരെ ശത്രു കരുതി വച്ചിരിക്കുന്ന പദ്ധതികളെ സ്പിരിച്വൽ മാപ്പിംഗ് നടത്തത്തക്ക വിധം ആത്മനിയോഗം കുതിച്ചുയരുന്ന രാത്രിയാകണം. ഇതാ ഈ ഇരിക്കുന്ന ദൃശ്യ ശരീരമാണ്, ഇതിന്റെ പുറകിൽ അദൃശ്യ ശിരസ് വ്യാപരിക്കുന്നു. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി തീർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു. ക്രിസ്തു മൂലക്കല്ല്, സഭ ക്രിസ്തുവിനാൽ അടിസ്ഥാനമിട്ട് പണിയുന്ന കെട്ടിടം. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മർമ്മം ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ സഭ ഒരു മർമ്മം. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ വളർച്ച പ്രാപിക്കുന്ന ആളത്വം. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്, അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് കറ ചുളുക്കമൊന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സഭ മണവാട്ടി. ആറാം അധ്യായത്തിൽ, അഞ്ചാം അധ്യായത്തിൽ മണവാട്ടിയായി ചിത്രീകരിച്ചിട്ട് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ബാക്കി ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോക ദുഷ്ടാത്മ സേനകളോടുമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. സഭ പാർക്കളത്തിൽ പടയാളി. ഇന്ന് രാത്രി പറയട്ടെ, ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറയിൽ പ്രാപിപ്പാനുള്ള ഒരുപാട് നന്മകൾ കെട്ടിക്കിടപ്പുണ്ടെങ്കിലും അതൊന്നും സ്വന്തമാക്കാതെ ആത്മീയ പാപ്പരത്വം ബാധിച്ച എഫേസ്യ സമൂഹത്തോട് താൻ പറയുകയാണ്, നിങ്ങളുടെ പേരിൽ സ്വർഗീയ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചെക്ക് എഴുതി ഒപ്പിട്ടാൽ എടുക്കാൻ കഴിയാവുന്ന ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് പ്രാർത്ഥനാ വിഷയം? നിങ്ങൾ വളരെ ഗാഢമായി ചിന്തിക്കണം. എന്താണ് പ്രാർത്ഥനാ വിഷയം? പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ആത്മാവിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥന തന്നെ പല ടൈപ്പുണ്ട്. പ്രാർത്ഥന എന്ന വാക്കിന് വിഭജനാർത്ഥം എടുത്താൽ പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന എന്നെടുക്കാം. പ്രഹഷേണ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള, അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ. പ്രത്യേകതയുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന പല നിലയിലുണ്ട്. നമുക്കറിയാം, കല്യാണത്തിന് പ്രാർത്ഥിക്കാറുണ്ട്, ശവമടക്കിന് പ്രാർത്ഥിക്കാറുണ്ട്, കർത്തൃമേശയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? പ്രാർത്ഥിക്കുന്നത് മലയാള ഭാഷയിലാണെങ്കിലും പ്രാർത്ഥന തുടങ്ങി ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിന്റെ നാവിനെ പ്രാർത്ഥനാ മേഖലയിൽ ദൈവം മറ്റൊരു മണ്ഡലത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് പ്രാർത്ഥനയുടെ ചാല് മാറ്റുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തിരിച്ചറിയുന്ന ദൈവമക്കൾക്കറിയാം, അത് സാധാരണ പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥന ആത്മാവിൽ പോരാടിയുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇത് ആരംഭിക്കുന്ന രാത്രിയാകട്ടെ, ഈ ഇത് ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ രാത്രി കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവുകളിൽ ചിലരെ ദൈവാത്മാവ് അതിനായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊരു സാധാരണ സഭയല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്ന എഫേസോസ് പട്ടണത്തെക്കുറിച്ച് ഒരു വാക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പറയാൻ ശ്രദ്ധിക്കുക. ലോകത്തിലെ പുരാതന ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം നിലകൊള്ളുന്ന എഫേസോസ് പട്ടണം എന്ന് പറഞ്ഞാൽ ദ്യോവിൽ നിന്ന് പൊട്ടിവീണ ഒരു ഉൽക്കാശില, നിരവധി സ്തനങ്ങളോടുകൂടിയുള്ള ഒരു സ്ത്രീ കൽ രൂപത്തെ അതിഭീകരമായ വിധത്തിൽ ആരാധിക്കുന്ന ഏതാണ്ട് 425 അടി നീളവും 82 അടി വീതിയും 60 അടി പൊക്കവുമുള്ള 200-ലധികം സ്വർണ്ണ സ്തൂപികകളാൽ ഉയർന്നു നിൽക്കുന്ന ഏഷ്യയിൽ തന്നെ വിളക്കായി മാറിയിരിക്കുന്ന ഡയാനയുടെ ക്ഷേത്രം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഗൗരവം. 1000-ഓളം ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ
ക്ഷേത്രവേശ്യകളായ മ്ലേച്ഛ സ്ത്രീകൾ അതിൻ്റെ ചുറ്റും പാപത്തോട് പാപം കൂട്ടി അങ്ങനെ അശുദ്ധി അരങ്ങ് തകർക്കുന്ന എഫേസോസ് പട്ടണം. മാത്രമല്ല, മന്ത്രവാദ ഇന്ദ്രജാല ശക്തിയുള്ള എഫേസോസ് ലിപികൾ തകിടുകളിൽ എഴുതി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ എഫേസോസ് പട്ടണം. ഈ പട്ടണത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വേർപെട്ട ഭക്തന്മാരുടെ നടുവിൽ നിങ്ങളുടെ ദർശനത്തിൻ്റെ ശക്തി ഒന്ന് വർദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറണം. പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്ന വിഷയം? അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള, നമ്മുടെ ദൈവവും കർത്താവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ ആ പദപ്രയോഗം പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണേ. ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് എന്നല്ല, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന്. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കുമ്പോൾ മാത്രമേ ഈ പ്രത്യേക ദർശനം നമ്മുടെ അകത്തോട്ട് വ്യാപരിക്കുകയുള്ളൂ. ഞാൻ പറയട്ടെ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന ചിന്ത ഇന്ന് രാത്രി നമ്മെ ഭരിച്ചാൽ മാത്രമേ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്കൊന്ന് കിട്ടണം. സ്തോത്രം. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. മാത്രമല്ല, നിങ്ങളുടെ വിളിയാൽ ഉള്ള ആശ ഇന്നതെന്നറിയണം. വിശുദ്ധന്മാരിൽ തങ്ങളുടെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്നൊന്നറിയണം. മാത്രമല്ല, തൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ പദപ്രയോഗങ്ങളുടെ ഗൗരവം കൂടി ഭാഷ വാരിയിട്ട് കഴിഞ്ഞപ്പോൾ ആശയത്തിൻ്റെ ഘനം കൂടുന്നു എന്ന് തോന്നത്തക്ക വിധം പൗലോസ് ഭാഷ വലിച്ചെറിയുകയാണ്. തൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് അറിയണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വിഷയം ഇതാണ്: ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടണം എന്നല്ല, നിങ്ങൾക്ക് തരേണ്ടതിന്. ആരെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്. എന്ത് കിട്ടണം? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കിട്ടണം. എന്താ ജ്ഞാനം? വിസ്ഡം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ അറിവ്, പ്രായോഗികതയുടെ കഴിവ്. വെളിപ്പാട് ഇന്ദ്രിയരഹിതമായ, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള അറിവ്. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം ആരാ? നാം സേവിക്കുന്ന ദൈവം ആരാ? ആ ദൈവത്തെക്കുറിച്ച് തലച്ചോറുകൊണ്ട് പഠിച്ചു വളരുന്ന അറിവ് പോരാ. ആ ദൈവത്തെക്കുറിച്ച് അവിടുന്ന് കനിഞ്ഞു തരുന്ന ഒരറിവ് വേണം. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ഈ കണങ്ങാൻകുടുക്ക പോലുള്ള തല കൊണ്ട് നാം സേവിക്കുന്ന ദൈവത്തെ അറിയാനുള്ള കഴിവില്ല കേട്ടോ. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാൻ നമ്മുടെ തലയ്ക്കകത്ത് ഒതുങ്ങില്ല. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, ഈ കാണുന്ന പ്രപഞ്ചത്തെ ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, 9,30,00,000 മൈൽ അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നതെന്ന്. ഏതാണ്ട് 4,00,000 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രനേക്കാൾ ഏതാണ്ട് 375 മടങ്ങ് അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഇവിടെയുള്ള സംവിധാനങ്ങൾ വെച്ച് ഈ താരാപഥങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നെബുലകളുടെയും ഗാലക്സികളുടെയും കണക്കെടുക്കാൻ ഈ തലയ്ക്ക് പറ്റില്ല. പ്രകാശം ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ യാത്ര ചെയ്യും. ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രകാശം 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ഭൂമിയെ 7 വട്ടം ചുറ്റും. ആ ഒരു സെക്കൻഡ് വീതം ബില്യൺ വർഷങ്ങൾ യാത്ര ചെയ്താൽ പോലും എത്തിച്ചേരാത്ത താരവ്യൂഹങ്ങളാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. സ്തോത്രം. ഇവിടെ അടുത്തുള്ള ഒരു താരവ്യൂഹത്തിലെ പ്രധാന നക്ഷത്രത്തെ എടുത്താൽ അതിൻ്റെ ഉദരം തുറന്നാൽ സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള സകല ഗ്രഹങ്ങളെയും ഉള്ളിലൂടെ താരാപഥം തീർക്കത്തക്ക ബാഹ്യ വലിപ്പമുള്ളത് ഈ ആകാശത്ത് നിൽപ്പുണ്ട്. ഇതിനെല്ലാം അനന്തകോടി നക്ഷത്ര വീചികകൾ, നിരവധി ക്ഷീരപഥങ്ങൾ, ഗാലക്സികൾ. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പന കൊണ്ട് വിളിച്ചു വരുത്തിയത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ അപ്പച്ചനാണെങ്കിൽ,
കൈകെട്ടി വാപൂട്ടി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കഴിയുകയില്ല. ഞാൻ ആരാധിക്കുന്ന എൻ്റെ അപ്പച്ചനാണെങ്കിൽ അവനെ മനസ്സിലാക്കാൻ എൻ്റെ തലയ്ക്ക് ശക്തിയില്ല കുഞ്ഞേ. അവനെ മനസ്സിലാക്കണമെങ്കിൽ അവിടുന്ന് വല്ല വെളിപ്പാടും കനിഞ്ഞ് തന്നേ മതിയാകൂ. ഗ്ലോറി. എത്ര പ്രിയപ്പെട്ടവർ മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ പറയുന്ന എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കവും ഒരു മുഷ്ടിയുടെ വലിപ്പവുമുള്ള ഹാർട്ട് എന്ന കൊച്ചു പമ്പേ നമ്മുടെ ഇടനെഞ്ചിലിരുന്ന് ഇടപെടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. ഒരിടുപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ. 70 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പച്ചനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഇപ്പം 250 കോടി വട്ടം, ഏതാണ്ട് 1,00,000 കിലോമീറ്റർ നീളമുള്ള തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള വെയിലിലൂടെ ഈ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു പകൽ രാത്രി എത്ര ലക്ഷം വട്ടം ഇടിച്ചു? ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ വാൽവിനകത്ത് മാറ്റിവെപ്പാരെങ്കിലും നടത്തിയോ? ദൈവത്തിന് സ്തോത്രം. ജംഗ്ഷൻ മാറ്റിവെച്ചോ? പമ്പിന് വല്ല പണി ആരെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അതൊരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ നിന്റെ മൂക്കി പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ ഇരുന്നേനെയും. കൃപയാൽ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെക്കുറിച്ചും സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ബോൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, എല്ലാ ന്യൂറോ സ്പെഷ്യലിസ്റ്റും ഉണ്ട്. പക്ഷെങ്കിൽ ന്യൂറോളജി പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഹാർട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് അത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ബോൺ സ്പെഷ്യലിസ്റ്റായിട്ട് അത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഐ സ്പെഷ്യലിസ്റ്റായിട്ട് അത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഈ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവത്തിൻ്റെയും സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറെ ഈ ഭൂമി കാണിച്ചു തരാമോ? കാണിക്കില്ല. ഒരുത്തൻ എടുത്ത സ്പെഷ്യലൈസ് ചെയ്തത് പിന്നെയും കിടക്കുക കടൽ പോലെ. ഞാൻ പറയട്ടെ, അങ്ങനാണെങ്കിൽ ഇതിനെ മുഴുവൻ കൈക്കുമ്പിളിൽ ഒരു പിടി മണ്ണെടുത്ത് മെനഞ്ഞ ദൈവത്തിൻ്റെ ബുദ്ധിവൈഭവം, അവൻ്റെ ജ്ഞാനം എത്ര വലുതാണെന്ന് കാണാൻ എൻ്റെ കണ്ണിന് ശക്തിയില്ലാതിരിക്കുമ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സർവശക്തൻ എനിക്ക് കനിഞ്ഞു തരാൻ പ്രസാദം തോന്നിയാൽ അത് പ്രാപിക്കാൻ ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ആ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയോഗം പ്രാപിച്ച പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മ നിയോഗത്തിലൂടെ ഞാൻ ഉദ്ധരിച്ചു പറയട്ടെ, നിനക്ക് കിട്ടേണ്ടത് കേവലം തലച്ചോറിന്റെ അറിവല്ല, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് കണ്ടറിയാൻ കഴിയാത്ത, കേട്ടറിയാൻ കഴിയാത്ത, മണത്തറിയാൻ കഴിയാത്ത, രുചിച്ചറിയാൻ കഴിയാത്ത മേഖലയിൽ നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കുന്ന ചില കണികൾ പ്രാർത്ഥനാ മുറിയിൽ ബന്ധിക്കത്തക്ക വിധം ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ജ്ഞാനത്തിന്റെ ആത്മാവ് ഇരിപ്പിലിരിക്കുന്ന നിന്റെ മേൽ പകരാൻ ആ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പാടിൽ പ്രാപിക്കാൻ ഒരു വ്യക്തി ഇന്ന് രാത്രി ഇവിടെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് ഇതുവരെ പകരാത്തൊരു അഭിഷേകത്തിന്റെ വ്യാപാരം നിന്റെ സിരകളുടെ മേൽ പകർന്ന് നിന്റെ ഓരോ കോശങ്ങളും തിരിച്ചറിയത്തക്ക വിധം നിന്നെ മൂടുന്ന ആത്മമണ്ഡലത്തിന്റെ തീയുടെ വ്യാപാരം ഈ യോഗത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോരേബിൽ കത്തിജ്വലിക്കുന്ന തീയുടെ അടുക്കലേക്ക് മോശ കയറി ചെന്നപ്പോൾ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിന് ചെരിപ്പഴിച്ചു മാറ്റുക എന്നെഴുതി ചെയ്ത ദൈവശബ്ദം പോലെ മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുമ്പോൾ അത് തീയായി ജ്വാലയിൽ ആ മുൾപ്പടർപ്പിനെ അത് മൂടുന്നത് പോലെ ഇന്ന് രാത്രി ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ മേൽ ദൈവാത്മാവിന്റെ തീയുടെ വ്യാപാരം, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രന്റെ കരം നിന്റെ ഉച്ചി മുതൽ ഉള്ളം കാല് വരെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വ്യാപരിച്ചാൽ നിന്റെ ഓരോ കോശങ്ങളും സിരകളും അറിയത്തക്ക വിധം ആ ആത്മമണ്ഡലം കത്തി ജ്വലിച്ചിട്ട് നിന്റെ ശരീരത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ആ തീയുടെ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവവൈതലേ, ആ തീയുടെ വ്യാപാരത്തിൽ ഈ 20ാമത്തെ രാത്രിയിൽ ഈ യോഗത്തിനകത്ത് ഒരു കത്തൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ പ്രവചനാത്മാവിൽ വെളിപ്പാടിൽ കാണാൻ എന്റെ കണ്ണുകളെ ദൈവാത്മാവ് തുറക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഇവിടെയുണ്ട്? നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു സാധാരണ പ്രസംഗത്തിന്റെ തലമല്ല, ഒരു സാധാരണ വെളിപ്പാടിന്റെ തലമല്ല, വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവ് എനിക്ക് വേണം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയുടെ പന്തലിനകത്താണെങ്കിലും നിന്റെ മേൽ ദൈവാത്മാവിന്റെ നിയോഗം വെളിപ്പെട്ടാൽ ഒരു മൊബൈൽ ഫോണുമായിട്ട് സംസാരിക്കുന്നത് പോലെ ദൈവ നിയോഗങ്ങൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന രാത്രിയെ ദൈവാത്മാവ് തീർക്കാൻ തുടങ്ങുകയാണ്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും സിം കാർഡ് ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റൂ. സിം കാർഡ് ഉണ്ടെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ടവറുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റൂ. ടവറുമായിട്ട് ബന്ധവും മൊബൈൽ ഫോണും സിം കാർഡും ഉണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത്
ലോകത്ത് ഭൂമിയുടെ അങ്ങേ തലയ്ക്കുള്ള വ്യക്തിയോട് നിനക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ ആത്മമണ്ഡലത്തിന്റെ ആശയവിനിമയ കേന്ദ്രത്തെ ബോംബിട്ട് തകർക്കത്തക്ക വിധം ശത്രു പല മേഖലയിൽ ജയിച്ചു കഴിഞ്ഞു കുഞ്ഞെ. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ നിനക്ക് കൺമുൻപിൽ ദർശനത്തിൽ വെളിപ്പെടുത്താൻ ആ കണ്ണുകൾ തുറന്നതാണ്. എന്നാൽ നിന്റെ ജീവിതത്തിൽ റേഞ്ചിനപ്പുറത്താണ് നിന്റെ യാത്ര. നിന്റെ ജീവിതത്തിന്റെ ചുവടുവയ്പ്പുകൾ പിഴച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആത്മമണ്ഡലം പ്രവഹിക്കുന്ന ഈ രാത്രി എത്ര ദൈവമക്കൾ പറയും, കർത്താവേ ഞാൻ ആ റേഞ്ചിലേക്ക് ഒന്ന് അടുത്തു വരികയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ദൈവപ്രവർത്തികൾ എനിക്ക് പ്രാപിച്ചെഴുന്നേൽക്കണം. അതിനായി കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എനിക്കൊരു സാധാരണ ശുശ്രൂഷ പോരാ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കുന്ന ഒരു അനുഭവം. വെളിപ്പാടുകൾ, വെളിപ്പാടിന്റെയും ദർശനത്തിന്റെയും നിയോഗങ്ങൾ പ്രാപിക്കുന്ന സഹോദരങ്ങളുടെ പോരാട്ടത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. എന്നോട് ചില പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് 2 സഹോദരിമാരെ ബീഹാറിലെ ഒരു സുവിശേഷ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് ഒരു കുഗ്രാമത്തിൽ പ്രവർത്തനത്തിനായി അയച്ചു. ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമവാസികളായ ആളുകൾ, പ്രത്യേകിച്ച് ഭീകരപ്രവർത്തകരോട് ബന്ധപ്പെട്ടവർ, ഇവരെ ഒരു രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് വീട് കയറി ആക്രമിച്ച് കൂട്ടക്കൊല ചെയ്ത് ഒന്നുകിൽ ഓടിക്കുക അല്ലെങ്കിൽ ഉപദ്രവിച്ച് കൊല്ലാൻ പ്ലാനിട്ട് രാത്രി 2-നും 3-നും ഇടയ്ക്ക് ഈ വീടിൻ്റെ പുറകിലെ കുറ്റിക്കാട്ടിൽ 2 ചെറുപ്പക്കാർ ഒളിച്ചിരിക്കുകയാണ്. ഇവർ ഒളിച്ചിരിക്കുന്ന സമയം, നോക്കുന്ന സമയം, കാണുന്ന കാഴ്ച അവരുടെ കണ്ണിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തോക്ക് ധരിച്ച് ഒരു പറ്റം ആളുകൾ ആ വാടക വീടും ചുറ്റും ഇങ്ങനെ റോന്തി ചുറ്റുകയാണ്. ഇവർ രാത്രിയിൽ പോയി ഗ്രാമമുഖ്യനെ വിളിച്ചുകൊണ്ട് വന്നു. ഗ്രാമമുഖ്യൻ എണ്ണി 1, 2, 3, 24 പേരാണ് ഈ വീടിന് ചുറ്റും ആയുധം ധരിച്ച് റോന്തി ചുറ്റുന്നത്. ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഇപ്പോൾ ഏറ്റുമുട്ടണ്ട, ഇപ്പോൾ പോകാം, രാവിലെ വരാം. രാവിലെ ഗ്രാമം ഇളകി ഈ വാടക വീട്ടിൽ വന്നു. ഇന്നലെ നിങ്ങളിവിടെ ഒളിപ്പിച്ച് വെച്ചവരെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാധു സ്ത്രീകൾ പറഞ്ഞു, അങ്ങനൊന്നും ആരെയും ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം ഒരു കാര്യം പറയുന്നു. തൻ്റെ ഭക്തന്മാരുടെ പാർപ്പിടത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ കാവലിനിറങ്ങുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്തിനേറെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയാം. അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് ഈ പ്രാർത്ഥനാ സംഘത്തിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ ആ പ്രയർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ തൻ്റെ ഡയറിക്കകത്ത് അന്ന് രാത്രി നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സംഭവം അവിടെ നടക്കുന്ന സമയം തമിഴ്നാട്ടിലെ വീട്ടിൽ മുഴുരാത്രി പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ മുഴുരാത്രി പ്രാർത്ഥനയിൽ പങ്കെടുത്ത ആളുകളുടെ മൊത്തം സംഖ്യ 24 ആയിരുന്നു. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത് ഞാൻ പറയാം. 24 പേർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ 24 സ്വർഗീയ ദൂതന്മാരെ ആ സാധു സ്ത്രീകളുടെ വീടിന് ചുറ്റും കാവലിനായി നിയോഗിക്കത്തക്ക വിധം ആത്മതലം അവിടെ ഉയരുകയായിരുന്നു. ഇതിന്ന് രാത്രി സങ്കല്പമല്ല സഹോദര, ഇതിന്ന് രാത്രി വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ മേഖലയിൽ ദൈവത്തിന്റെ കരം വ്യാപരിച്ച്, നിന്റെ ഭവന പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിച്ച്, നിന്റെ നന്മയ്ക്കെതിരെ പണം ഉയർത്തി നിൽക്കുന്ന ചിലതിനെ അധികാരത്തോടെ ബന്ധിക്കാൻ തക്കവണ്ണം നിന്റെ നാവുകളെ ദൈവനിയോഗത്താൽ ഉപയോഗിച്ച് നിനക്ക് ഈ രാത്രി ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പകരാൻ ആ കരം ഇവിടെ ചലിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ഒരാൾ ഈ രാത്രി ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇന്ന് രാത്രി ഉണർന്നെഴുന്നേൽക്കുന്ന രാത്രിയാകണം. കർത്താവേ, എനിക്കൊരു സാധാരണ നില പോരാ, എനിക്കൊരു മങ്ങി മയങ്ങിയിരിക്കുന്ന രീതി പോരാ. ഇന്ന് രാത്രി കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്, കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്. ഞാൻ കാണുന്നു മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഈ രാത്രി നമ്മുടെ കൂടിവരനും ഇത് നിഴൽ വിരിച്ചു നിൽക്കുന്ന രാത്രിയാണ്. ഏറ്റവും പുറകിലത്തെ നിര മുതൽ ഏറ്റവും മുൻപിലത്തെ നിര വരെ ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ചില ദർശനങ്ങൾക്കായി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന കണ്ണുകളെ ഉപയോഗിക്കുന്ന രാത്രിയാണ്. നീ ഇരിക്കുന്നത് ഗ്രൗണ്ടിനകത്ത് കസേരയിലാണ്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ഒരു ദൈവിക വെളിപ്പാടിന്റെ തലത്തിലേക്ക് നിന്റെ കണ്ണുകളെ പിടിച്ചുയർത്തുന്ന, പ്രാർത്ഥിക്കുവാൻ ആവശ്യമില്ലാതിരിക്കെ പോലും വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ ദൈവാത്മാവ് നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് നിനക്ക് നേരെ നീക്കുന്ന ചില കരുക്കളെ ആത്മാവിൽ ബന്ധിക്കാൻ നിന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വെളിപ്പാടിന്റെ തലത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിന്നെ പിടിച്ചുയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പ്രിയപ്പെട്ടവർ രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങും? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാവുകളിൽ രാത്രി അധികാരത്തോടെ ചലിച്ചു
തുടങ്ങും. എത്ര നാവുകൾ ഇന്ന് രാത്രി അധികാരത്തോടെ ചലിച്ചു തുടങ്ങും. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ഔദ്യോഗിക സ്ഥാനത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ആരാധനയ്ക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ആരോഗ്യത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനെതിരെ പോരാട്ടമുണ്ട്. നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ, നിന്റെ കുടുംബ പ്രാർത്ഥന തകർക്കാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തെ ഉടച്ചു കളയാൻ, നിന്നെ അപമാനത്തിന്റെ പരസ്യകോലമാക്കാൻ, നിന്റെ സഭയിൽ ആഭ്യന്തര കലഹം ഉയർത്താൻ, നിന്നെ കൈകൾ ദൈവത്തിന് സ്തോത്രം ബന്ധിച്ചവനായി പുറത്തിറക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ചെയ്യാത്ത കുറ്റത്തിന് നിനക്കെതിരെ തുണിത്തുണ്ടിന്റെ തെളിവ് നിരത്താൻ ഇരുട്ടിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കണികളെ നീ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ബന്ധിക്കത്തക്ക വിധം ഒരു ആത്മനിയോഗം ചലിക്കുന്ന രാത്രിയാണ്. അത് ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ കർത്താവിനോട് വാ തുറന്ന് പറ, കർത്താവേ, ഇന്ന് വരെയുള്ള നിയോഗമല്ല, വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവ് എനിക്ക് വേണം. അബ്ദുൽ ഖടകര പ്രാർത്ഥിച്ചു വീരട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇതിനകത്ത് സംഭവിക്കാൻ തുടങ്ങുന്ന രാത്രിയാ, ഇതിനകത്ത് സംഭവിക്കാൻ തുടങ്ങുന്ന രാത്രിയാ. എട്ടും പൊട്ടും തിരിയാത്ത, ശ്രദ്ധിച്ചു കേൾക്കണേ, എട്ടും പൊട്ടും തിരിയാത്ത, കൂട്ടി സംസാരിക്കാൻ കാര്യമായ വാക്ചാതുര്യമില്ലാത്ത, ദൈവത്തിന് സ്തോത്രം, അത്തിക്കയം സ്വദേശിയായ ഒരു പെരുമ്പൊയ്കയിൽ രാജു ബ്രദർ രാത്രിയാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മസ്കറ്റിൽ നടക്കാൻ തുടങ്ങുന്ന കൊടിയ പ്രളയത്തെക്കുറിച്ച്, എൻ്റെ മകനെ, ഇവിടെ ഞാൻ പ്രളയം വരുത്തുമെന്ന് ദൈവാത്മാവിന്റെ നിയോഗം നൽകിയിട്ട് ആ നിയോഗം വിളിച്ചു പറഞ്ഞത് ദൈവത്തിന് സ്തോത്ര, സർക്കാരിനെ പോലും അത്ഭുതപ്പെടുത്തത്തക്ക വിധം ആ മണ്ണിൽ സംഭവിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഗ്ലോറി, ഈ രാത്രി ആത്മനിയോഗത്തോടെ ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരോട് വിളിച്ചു പറയുന്നു, നിന്റെ നാവുകളുടെ മേൽ അധികാരം പകർന്ന് നിന്റെ കണ്ണുകളെ ദർശനത്തിനായി ഉയർത്തി, നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളത് നിന്റെ കൺമുൻപിൽ കാണിക്കാൻ ആ കരം ചലിക്കുന്നു. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ഗ്ലോറി, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ഇനിയും പ്രസംഗിക്കുന്നില്ല, എനിക്ക് സമയം അനുവദിക്കുന്നില്ല, ഇത് രാത്രി പ്രസംഗിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പോരാടി തുടങ്ങുന്ന രാത്രിയാകട്ടെ, ആത്മാവിൽ പോരാടി തുടങ്ങുന്ന രാത്രിയാകട്ടെ. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ബാഹ്യ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചിലത് ആത്മ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധം ഇന്ന് രാത്രി നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുന്ന രാത്രിയാകണം. ഗ്ലോറി, മല്ലനായ ഒരു കരുത്തൻ നിന്ന് വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് പലർക്കും കാണാൻ കഴിയുന്നതെങ്കിലും ആ മല്ലനായ കരുത്തന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ കാണാൻ ദാവീദിന്റെ കണ്ണുകൾ തുറന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചിലതിന്റെ പുറകിൽ നിന്ന് നിന്നെ ഉന്നം വയ്ക്കുന്ന ഇരുട്ടിന്റെ കരങ്ങളെ കാണാൻ ദർശനം പ്രാപിച്ചതിന്റെ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. സ്തോത്രം. നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് താൻ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, ഓ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആ വാക്ക് വ്യാഖ്യാനിക്കാൻ എൻ്റെ ഭാഷയ്ക്ക് ശേഷിയില്ല. മഹിമാധനം ഈ രാത്രി എഴുതി ഒപ്പിട്ട് കൊടുത്താൽ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിനക്ക് പിൻവലിക്കാവുന്ന തുകയുടെ അളവ് പറഞ്ഞു വരികയാണ്. നിനക്ക് പിൻവലിക്കാവുന്ന തുകയുടെ അളവ് പറഞ്ഞു വരികയാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാൻ ചില ദൈവമക്കൾ തയ്യാറുണ്ടോ? നിനക്ക് വേണ്ടി ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ അളക്കാൻ കഴിയുന്ന അളവുകോൽ ഏതെന്നറിയാമോ? ലോകത്തിലെ ഒരു മീറ്ററിനും അളക്കാൻ കഴിയാത്ത ശക്തിയാണ് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചെങ്കടൽ പിളർന്ന ശക്തിയല്ല, അത് യോർദാൻ മുറിച്ച ശക്തിയല്ല, അത് എരിഹോ തകർത്ത ശക്തിയല്ല, അത് ഈ പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശക്തിയല്ല. ദൈവത്തിന് സ്തോത്രം. ലാസറിനെ ഉയർപ്പിച്ച ശക്തിയല്ല, അത് സൂര്യനെ നിർത്തിയ ശക്തിയല്ല. പിന്നെ ഏതാന്ന് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം. ഞായറാഴ്ച രാവിലെ ഇനി ഒരിക്കലും ഉയർക്കുകയില്ലെന്ന് വിധി എഴുതി യോസേപ്പിന്റെ ഇരുൾ മൂടിയ കല്ലറയ്ക്കകത്ത് ഉരുട്ടി മുദ്ര വെച്ച കല്ലുകളോടെ ബന്ധിച്ച യേശുവിന്റെ ശരീരത്തിലേക്ക് ഞായറാഴ്ച രാവിലെ കല്ലറയെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറങ്ങി വന്ന പുനരുത്ഥാനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതലേ, മന്ത്രപ്രയോഗങ്ങൾക്കും ക്ഷുദ്രവാദത്തിനും ആഭിചാരങ്ങൾക്കും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തിലെ തുറന്നോസിന്റെ പാഠശാലയിൽ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം എഫേസോസിനെ അടക്കി വാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ച അതേ ദൈവശക്തി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രി വിശ്വസിക്കുന്ന സഹോദര നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്ന സഹോദരി നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്ന കുഞ്ഞ് നിനക്ക് വേണ്ടി, നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും തിരിച്ചറിയത്തക്ക വിധം അതേ ആത്മമണ്ഡലത്തിൽ പ്രവഹിക്കുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഓരോ അധരങ്ങളും ഇന്ന് രാത്രി അധികാരം വ്യാപരിക്കട്ടെ. ഓരോ അധരങ്ങളും ഇന്ന് രാത്രി അധികാരം വ്യാപരിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി
ആത്മമണ്ഡലത്തിൽ കാണുന്നു. ഇവിടെ ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി നടക്കാൻ തുടങ്ങുകയാണ്. ജോസേഫിന്റെ ഇരുൾ മൂടിയ കല്ലറകളുടെ ഇരുട്ടുമുറിയിൽ നിന്നും ദൈവ തേജസ്സിന്റെ ഒളിമങ്ങാത്ത തേജസ്സിലേക്ക് തന്റെ പുത്രനെ ഉയർപ്പിച്ചു കൊണ്ടുപോയ പുനരുത്ഥാനത്തിന്റെ വ്യാപാര ശക്തി നിന്റെ ബലഹീനതകളുടെ മേൽ ഈ രാത്രി ചലിക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. എത്ര പേർ ദൈവത്തോട് പറയും, ഈ രാത്രി ആ കരം എന്റെ വിഷയത്തെ തൊട്ടേ മതിയാകും? പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ട് എല്ലാ നാവുകളിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിൽ വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ചില അനർത്ഥങ്ങളെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ അതിനെ മുറിച്ചു മാറ്റത്തക്ക ഒരു നിയോഗം നിന്റെ മേൽ ദൈവാത്മാവ് പകർന്നിട്ട് ഈ രാത്രി യോഗം കഴിഞ്ഞിട്ട് സാധാരണക്കാരനായിട്ടല്ല, അസാധാരണ അധികാരത്തോടെ നിന്നെ വീട്ടിലേക്ക് അയക്കാൻ ആ കരം ഒരു മേഘം പോലെ നിന്റെ മൺകൂടാരത്തിന്മേൽ മൂടി നിൽക്കുന്ന രാത്രിയാണ്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ രാത്രി സാധാരണ രാത്രിയായിട്ടല്ല. ദൈവാത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി അത് നിയോഗം പകരുന്നു. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ വീട്ടിൽ വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ ദൈവാത്മാവിന് അഴിച്ചു മാറ്റാൻ കഴിയും. നമ്മെ സഹായിക്കും. അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതൽ പോലും ഇന്ന് രാത്രിയുടെ വായടച്ച് നിൽക്കരുത്. നിങ്ങളുടെ മേൽ രാത്രി ആത്മീക അധികാരം വ്യാപരിക്കണം. യോഗം എപ്പോൾ തീരുന്നു എന്നുള്ളതല്ല, ഇന്ന് രാത്രി അടയാളത്തോടെ ചില ദൈവപ്രവർത്തികൾ ഈ ഗ്രൗണ്ടിൽ നടക്കത്തക്ക വിധം ആ കരം ചില വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന രാത്രിയാകണം. ഓരോ നാവുകളും അധികാരത്തോടെ ഉയരട്ടെ. ഗായക സംഘം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു